ഹലോ ഗൈസ്, ഇന്ന് റിലീസായ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള നമ്മുടെ നെയ്മ്പോളിയുടെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജനഗണമന സിനിമയുടെ ഡയറക്ടർ ഡിജോ ജോസും അതിന്റെ റൈറ്റർ ഷാരിസ് മുഹമ്മദും തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ റൈറ്ററൊക്കെ. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ്. ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ നെയ്മ്പോളി ഉണ്ട്, ധ്യാൻ ശ്രീനിവാസ് ഉണ്ട്, സലീം കുമാർ ഉണ്ട്, ഷൈൻ ടോം, അനശ്വര രാജൻ, മഞ്ജു പിള്ള തുടങ്ങിയ ഒരു ക്രൂ ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പെർഫോമൻസ് സൈഡ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ നെയ്മ്പോളിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ പുള്ളിയുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കോമഡി വർക്കൗട്ട് ആയ കോമഡികളുണ്ടല്ലോ, അതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന കുറെ കോമഡി എലമെന്റ്സ് ഇതിനകത്തുണ്ട്. ഇമോഷൻ സീൻസ് ആയാലും ആ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നതിലായാലും പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് മാനറിസം പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഓവറോൾ കാണാൻ പറ്റും. അത് പുള്ളി കിടിലമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ പോസിറ്റീവായിട്ടൊന്നും തോന്നില്ല. പുള്ളിയുടെ സ്ഥിരം സിനിമകളൊക്കെ പോലെ തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ, അതിനകത്ത് അങ്ങനെ മികവായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മുടെ അനശ്വര രാജനും എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ആളിതിനകത്തുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്, അവിടെ ഇവിടെ വന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അതിനൊരു വലിയ ഡെഫിനിഷൻ, ഒരു എക്സ്പ്ലനേഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ മഞ്ജു പിള്ള ഭയങ്കര കിടിലമായിരുന്നു, ഹെവി ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സലീം കുമാർ നൈസായിരുന്നു, പുള്ളി കുറച്ച് പോർഷനിലുള്ളെങ്കിൽ സലീമേട്ടൻ ഭയങ്കര ഹെവി ആയിരുന്നു. അതേപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ, പുള്ളി വന്ന ഒരു 5 മിനിറ്റ് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിട്ട് പോയി, പുള്ളി കിടിലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു പാകിസ്ഥാനി സാഹിബ് ഉണ്ട്, പുള്ളി നൈസായിരുന്നു. അങ്ങനെ ഇതിൽ പെർഫോം ചെയ്തേക്കുന്ന ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് നല്ല രീതിയിൽ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് പെട്ടെന്ന് തീർന്നു പോയതുപോലെയും കുറെ കോമഡി എലമെന്റ്സ് ഉള്ളത് കൊണ്ടും എനിക്കത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്ക് സെയിം ഏതാണ്ട് ഒരു 1.25 മണിക്കൂറാണ് സെക്കൻഡ് ഹാഫ് ഉള്ളത്. പക്ഷെ അത് ഒരുപാട് സമയം എടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് പെട്ടെന്ന് തീർന്ന് കുറെ ടൈം എടുത്ത് തീർന്നതുപോലെ തോന്നി. അത് ഒരു ലാഗോ ബോറോ വെറുപ്പീരോ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ കോമഡിയെക്കാട്ടിയും കൂടുതൽ കുറച്ച് ഇമോഷൻസ്, കുറച്ച് ബോണ്ടിങ്, നമ്മൾ ഈ മലയാളികൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉണ്ടാവുന്ന മലയാളികളുടേതായിട്ടുള്ള ഒരു അവരുടേതായിട്ട് അവർ നേടിയെടുക്കുന്ന കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അങ്ങനെ കുറെ കാര്യങ്ങൾ, പിന്നെ നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന കുറെ മൊമെന്റ്സ് അതിനകത്ത് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. കാര്യം നമുക്ക് നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരളം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നൊക്കെ പണ്ട് പറയുമല്ലോ, അതേപോലെ നമുക്ക് ഈ കോരിത്തെരിപ്പിക്കുന്ന കുറെ എലമെന്റ്സ് അവിടെ ഇവിടെയായിട്ട് ചേർത്ത് വെച്ച് അങ്ങനെ കുറച്ച് എലാബറേറ്റ് ചെയ്ത് കുറച്ച് നീളം കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി സെക്കൻഡ് ഹാഫിൽ. പക്ഷെ ഞാൻ പറഞ്ഞു ഒരിക്കലും മോശമാണെന്നല്ല, നമ്മളെ കുറെ രോമാഞ്ചം കൊള്ളിക്കുന്ന കുറെ മൊമെന്റ്സ് സെക്കൻഡ് ഹാഫിലുണ്ട് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമ നല്ലൊരു കൊച്ചു സിനിമയാണ്. എനിക്ക് അങ്ങനെ വലിയ അവകാശവാദങ്ങളോ അതല്ലെങ്കിൽ എനിക്ക് ഈ ലോകോത്തര ഭയങ്കരമായ സാധനമൊന്നും പറയുന്നില്ല. ഒരു നല്ല കൊച്ചു സിനിമയാണ്, നമുക്ക് തിയേറ്ററിലൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ഇവരുടെ ജനഗണമന സിനിമയായിട്ട് ഒരിക്കലും ഈ സിനിമയെ കമ്പയർ ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലെവല് അല്ലെങ്കിൽ അത് എത്തി നിൽക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം അത് നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു രോമാഞ്ചം അല്ലെങ്കിൽ ആ സിനിമ എപ്പം കണ്ടാലും നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, അതൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ ചുമ്മാ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. കാര്യം മറ്റേതിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ കുറെ വാലിഡ് പോയിന്റ്സ് ഇതിനകത്തുണ്ട്. പക്ഷെ അതെല്ലാം അത്രത്തോളം ഈ ജനഗണമനയിലൂടെ നമ്മളിലേക്ക് എത്തിച്ചതുപോലെ അത്രത്തോളം ആഴത്തിൽ എത്തിക്കാനോ അല്ലെങ്കിൽ അത്രത്തോളം തീവ്രതയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാനോ മലയാളി ഫ്രം ഇന്ത്യക്ക് കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, സിനിമ ഒരു നല്ല കൊച്ചു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് പോലെ തിയേറ്ററിൽ പോയി കാണാം. കാര്യം മറ്റേ കുറെ ആൾക്കാർ ആ ജനഗണമനയെക്കാട്ടി മുകളിലാണെങ്കിലേ തിയേറ്ററിൽ പോകുള്ളൂ, അതിലും കിടില സിനിമയാണോ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്ന ഒരു ഇതാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു നല്ല കൊച്ചു സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ പോയി കാണാം. എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ചെയ്തേക്കോ. ബൈ.